ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തീർത്തും കോണ്ടാക്റ്റിലല്ല, അല്ലെങ്കിൽ അവരെ പിരിഞ്ഞിരിക്കുകയാണ്, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയാം. കുറച്ച് പേര് എന്നോട് വാട്സപ്പിലൊക്കെ വന്ന് ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട്, കമൻസിലും ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കുള്ള മറുപടി വീഡിയോ ആയിട്ട് പറയുമ്പോൾ എല്ലാവരും കാണുമല്ലോ, അതുകൊണ്ടാണ്. അതായത് നമ്മൾ ചെയ്യുന്ന റീഡിങ്സ് അവർക്ക് റെസണേറ്റ് ആവുന്നുണ്ട്, ചിലവർക്ക് ക്ലൂസ് നന്നായിട്ട് റെസണേറ്റ് ആവുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഓടിപ്പോയിട്ട് അവരുടെ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറെ പേർക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഇത് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ ഞാൻ പറയാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ 50% ആയിരിക്കും റെസണേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ 80 ആയിരിക്കാം, ചിലപ്പോൾ 100% റെസണേറ്റ് ആയിട്ട് വരാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു റീഡർ അവരുടെ ഒരു എനർജിയിലാണല്ലോ ചെയ്യുന്നത്. അവരുമായിട്ട് കൂടുതൽ കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈ ഫ്ലോ ഉള്ള എനർജീസിൻ്റെയാണ് കയറി വരുന്നത്. അതപ്പോൾ ഒരുപാട് പേർക്ക് റിസംബ്ലൻസ് ആയിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമായിട്ടുള്ളത് വരാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു റീഡറിന്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം നോക്കുക. അപ്പോൾ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. കാരണം ഇപ്പോൾ ഈ റീഡിംഗ് ടാരറ്റ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ ആസ്ട്രോളജിയിൽ നമ്മൾ പുതുവർഷഫലം അല്ലെങ്കിൽ ആഴ്ചഫലം മാസഫലം ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലതിലൊക്കെ നോക്കുമ്പോൾ ലോട്ടറി ഭാഗ്യം എന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ലോട്ടറി അടിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ രാശിപ്രകാരമാണെങ്കിൽ മേടം രാശി എടുക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗമൊക്കെ വരും. അപ്പോൾ ഈ രാശി, ഇപ്പം മേടം രാശിയുടെ ഒരു ഫലം പറയുമ്പോൾ അതിനകത്ത് പല പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് കിട്ടും. കാരണം കോടിക്കണക്കിന് വ്യക്തികളുണ്ട് ഈ ഒരു നക്ഷത്രത്തിലും ആ ഒരു രാശിയിലും വരുന്നവര്. അപ്പോൾ അവരുടെ ഒരു ജാതക പ്രകാരം ഏതൊക്കെ ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഈ പോസിറ്റീവ് നെഗറ്റീവുകളൊക്കെ വരിക. മറ്റതൊക്കെ ഒരു ജനറലാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാന തീരുമാനം ഒരിക്കലും ഒരു ജനറൽ റീഡിംഗ് കണ്ടിട്ടെടുക്കരുത്. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് അത് നോക്കി പറയാം എന്നുള്ളതാണ്. അത് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇത് കണ്ടിട്ട് ഓടിപ്പോയി എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജനറലാണ്, ഒരിക്കലും പേഴ്സണൽ അല്ല. നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഒരു എനർജി ആ റീഡറുടെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അല്ലാണ്ട് നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് റിലേഷൻഷിപ്പ് മാത്രമല്ല, കരിയർ ഗൈഡൻസിന് വേണ്ടി വരാറുണ്ട്. ജോലി പോയിട്ട് ഇനി പുതിയത് കിട്ടുമോ, അല്ലെങ്കിൽ വീട് പണി മുടങ്ങി കിടക്കുന്നവർ പെട്ടെന്ന് നടക്കുമോ, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ +2 ഒക്കെ പഠിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഹയർ സ്റ്റഡീസിന് അവർക്ക് എന്ത് ചൂസ് ചെയ്യണം, അവർക്ക് അഡ്മിഷൻ കിട്ടും, ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്, അവിടെ ആ ഒരു വ്യക്തിയുടെ എനർജി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അവരുടെ പ്രത്യേകമായിട്ട് നമ്മൾ പേഴ്സണൽ എടുത്ത് ചെയ്യണം. അല്ലാതെ നമ്മൾ ജനറൽ ചെയ്യുമ്പോൾ ഇതെന്റെ എനർജി ആയിട്ട് എനിക്ക് തോന്നിയല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തോട്ടെ എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം പേഴ്സണൽ ഡിസിഷൻ എടുക്കുമ്പോൾ, അത്രയും നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു റീഡറുടെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുത്ത ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റിലായിരിക്കും, കുറേ നാളുകളായിട്ട് അവർ നിങ്ങളെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ, മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ തന്നെ ഒരു പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളത് വരാനായിട്ട് നിങ്ങളൊന്ന് അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. Okay, new beginnings. Victory and success. Stand your ground.
ഇന്ന് നമ്മളെടുത്ത ഒറാക്കളെല്ലാം അടിപൊളി കാർഡ്സ് തന്നെയാണ്. ഇനി നമുക്ക് ഇതും കൂടി എടുത്ത് നോക്കാം എന്താണ് മൊത്തത്തിൽ വരുന്ന ഒരു സ്പ്രെഡ് എന്നുള്ളത്. ഓക്കെ, ഹാർമണി, സോറോ, the creator, traveling, awareness, rightness, aloneness, adventure, abundance, flowering, the master, postponement, nothingness, maturity, and one more, politics. ഓക്കെ, ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സപ്രഷൻ ആണ്. ദ ഡ്രീം, ബ്രേക്ക് ത്രൂ. ഓക്കെ, നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒറാക്കിളിൽ നിന്ന് വന്നിരിക്കുന്ന കാർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് പോലും ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ കാർഡ്സിനെ പറ്റി അറിയില്ലെങ്കിൽ അതിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാലോ, വിക്ടറി ആൻഡ് സക്സസ്. ഇങ്ങനെയുള്ള 2 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഈ ഒരു സ്പ്രെഡിനകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു സ്പ്രെഡ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഹാർമണിയാണ്. ഹാർമണി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയധികം ഇന്റിമസിയിലായിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒറ്റ സോൾ എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞിരുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ അവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഏത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടത്. ഈ ഒരു ഹാർമണി നമുക്ക് വേണമെങ്കിൽ 10 ഓഫ് കപ്സ് എന്ന് പറയാം. അത്രയധികം ആ 10 ഓഫ് കപ്സ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് ആ ഒരു എനർജി എന്താന്നുള്ളത്. അപ്പൊ അത്രയും ഒരു പൂർണ്ണതയിൽ നിന്നാണ് നിങ്ങളിപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ടെൻഷനുള്ള, അല്ലെങ്കിൽ ഭാവിനെ പറ്റി ആകുലതയുള്ള, നിങ്ങളുടെ പേഴ്സണെ പറ്റി വിചാരിച്ച് വിഷമിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ വിഷമം ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഭവം. സാധാരണ നമ്മൾ വെക്കുമ്പോൾ അവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാണ് നമ്മൾ സ്പ്രെഡ് എടുക്കുമ്പോൾ. പക്ഷെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളാണ് ഇവിടുത്തെ താരം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്പ്രെഡിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ ഓൾറെഡി സോറോ, എലോൺനെസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അത്രയധികം ദുഃഖം, അതായത് ഈ സോറോ എന്നൊക്കെ പറയും, നമ്മൾ എന്താ പറയാ, ഉറക്കം പോലും ശരിയല്ലാതെ 1 മിനിറ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ പോലും ഇവരുടെ മുഖമായിരിക്കും മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ വരെ തോന്നിയിട്ടുണ്ടാവും, ദൈവം ഈ കിടപ്പിൽ തന്നെ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു, എണീക്കണ്ടെന്നൊക്കെ. അത്രയധികം ഹാർട്ട് പെയിൻ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ളൊരു ഇമോഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുപോലെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ വളരെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേര് ഈ ഒരു ഇത്രയും മോശമായിരുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ അവർ കരകയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളാണോ എന്ന് നിങ്ങൾ പറയുക, കമന്റ് ചെയ്യുക. കാരണം എനിക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് അങ്ങനെ നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും മോശം സാഹചര്യങ്ങളിൽ നിന്ന്, ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിന്ന്, ആരും ഒരു സപ്പോർട്ടും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം നിങ്ങൾക്കുള്ളിൽ ഒതുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ പതിയെ ചുവടുകൾ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി വരുന്നത് വരട്ടെ, നമ്മൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു എനർജിയിൽ നിങ്ങൾ അങ്ങനെ പോവുകയാണ്.
ഇനി നിങ്ങൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തിയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഈ ഒരു പേഴ്സൺ എന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഇപ്പൊ നിങ്ങൾ അതൊക്കെ നിർത്തി രണ്ടും എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചു പോവുകയാണ്. ആ ഒരു എനർജിയിലാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് വിഷമം ഇല്ല, സങ്കടം ഇല്ല എന്നല്ല, ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് കരകയറണം, നിങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ നമുക്ക് ഈ റൈപ്പൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇതാണ്. റൈപ്പൻസും അതുപോലെ തന്നെ ഫ്ലവറിങ് രണ്ടും ഈ അറ്റത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്കും ഇതിൽ നിന്ന് കരകയറി ഒന്ന് രക്ഷപ്പെട്ട് വരണം എന്നുള്ള എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെ നമുക്കൊരു എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഒരു എനർജിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു ദൈവാനുഗ്രഹം, ഒരു ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കരകയറി പോരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണോ അതോ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുള്ളവരായിരിക്കാം, നിർത്തിപ്പോണം എന്ന് വിചാരിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഇവിടെ ഇനി നിങ്ങൾ കൂടുതൽ കാത്തിരുന്ന് വിഷമിക്കേണ്ട. കാരണം ഈ ഒരു വ്യക്തി ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ എത്ര നാൾ കാത്തിരുന്നോ അതിന്റെ പകുതി സമയം പോലും നിങ്ങൾക്ക് ഇനി വേണ്ട. ഇവർ എത്രയും വേഗം വരും. കാരണം നമുക്കൊരു ട്രാവലിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ അബണ്ടൻസും എല്ലാം അങ്ങനത്തെ ഒരു കാർഡുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് എത്രയും വേഗം നിങ്ങളിലേക്ക് വരും. നിങ്ങളിനി അവരന്വേഷിച്ചു പോകണ്ട, അവർ നിങ്ങളെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് എന്നുള്ള വാക്കിനി ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം അവർ എത്രയും വേഗം വരും. നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു സെൽഫ് ലവ് ചെയ്തു പോകുന്ന, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു തുടങ്ങി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ കാണുന്നത്, കണ്ട് അവർ വരുന്നതായിട്ട്. അതായത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരാളെ ഓടിച്ചിടുന്നു, ആ വ്യക്തി നിങ്ങൾ പുറകെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് ഓടിപ്പോവാണ്. പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും, അവർ പതിയെ അവിടെ നിൽക്കും. പിന്നെ നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് തിരിച്ചു വരും. ആ ഒരു ഇതാണ് നമ്മളിവിടെ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മൾ പല കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ. നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ എനർജി ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാം മറ്റാരെക്കാളും കൂടുതലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ പേഴ്സന്റെ എനർജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഊഹിച്ചെടുക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ഏത് മൈൻഡിലാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത്രയും ദുഃഖം ഈ ഒരു എന്താ പറയുക ഇന്റിമസി ആയിട്ടിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് അവർ നിങ്ങൾക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഇപ്പൊ മെല്ലെ അടിവെച്ച് കയറി വരികയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് മറക്കാൻ, അല്ലെങ്കിൽ ഇനി ആ ഒരു വഴിക്കില്ല, ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഗോയിങ് വിത്ത് ദ ഫ്ലോയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾ അന്വേഷിച്ച് അവരിങ്ങോട്ട് വരും. നിങ്ങളോട്ട് അവർ കമ്മ്യൂണിക്കേഷൻ വരും. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ നോ കോണ്ടാക്റ്റോ കോൾസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ ഇനി ഒരിക്കലും ചെയ്യാതിരിക്കുക, ഇനി ഇവരുടെ പുറകെ പോവാതിരിക്കുക. അവരിങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവയർനെസ് കാർഡ് ഉണ്ട്, അതുപോലെ ക്രിയേറ്റർ കാർഡ് ഉണ്ട്. അപ്പൊ ഈ അവയർനെസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ, ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് സംഭവിച്ചു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്ത് ഇത് കാണിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ചിലപ്പോൾ പലർക്കും ഒരു ഉത്തരം പോലും കിട്ടിയിട്ടുണ്ടാവില്ല, ഇവരെവിടെ പോയി, ഇവരെന്താ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചതെന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും അവെയറായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു വെളിച്ചം വീണിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഇരുട്ടിലായിരുന്നു നിങ്ങൾ, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വെളിച്ചം വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ നത്തിങ്നെസ് എന്നുള്ള കാർഡ് വരുന്നുണ്ട്. അതായത് ആ ഫുൾ ഇരുട്ടാണ്, ആ ഒരു ഇരുട്ടിനകത്തായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാസ്റ്റർ, പോസ്റ്റ്പോണന്റ്, ഇതെല്ലാം നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് ആയിട്ടാണ് ഈ കാർഡ്സ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ കീ നമ്മളുടെ കയ്യിലായിരിക്കണം. പക്ഷെ നിങ്ങളുടെ കുറെ ആളുകളുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു എന്താ പറയാ ഒരു 60-70% ആൾക്കാരും ഇതിൽ നിന്ന് അവരുടെ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമേ ഇതിനകത്ത് ഇപ്പോഴും സ്റ്റക്കായിട്ട് കിടക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ ഒരു മൈൻഡിന്റെ കീ എന്ന് പറയുന്നത് മറ്റൊരാളുടെ കയ്യിലായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മാസ്റ്റർ കാർഡ് പറഞ്ഞു തരുന്നത് നമ്മളുടെ മനസ്സിന്റെ കൺട്രോൾ, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം.
അല്ലാതെ അതുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നമ്മളുടെ മനസ്സിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ വേറൊരാളാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ കീ നമ്മുടെ കയ്യിലായിരിക്കണം. അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക. അതൊരിക്കലും എന്താ പറയാ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു നോത്തിങ്നെസ് എന്നുള്ള കാർഡ് വരുമ്പോഴത്തേക്കും ആ ഒരു ഹൈഫൺ ഇട്ട് പോലെ ഒരു പറഞ്ഞിരിക്കുന്നതിന്റെ ഇത് അർത്ഥം അതാണ്. നമുക്കിത് നത്തിങ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ നോ ഒന്നുമില്ല. അതുകൊണ്ട് അപ്പൊ ആ ഒരു ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളോട് വെളിച്ചത്തേക്ക് വരാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ഈ പറയുന്ന ഈ ഒരു ഇരുട്ട് പോലെ അന്ധകാരത്തിൽ പെട്ട് കിടക്കുമായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം മെന്റലി സ്ട്രഗിൾഡ് ആയിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു അവയർനെസ്സിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൈകളിൽ വരിക. നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയാം. അതേപോലെ തന്നെ ഈ ഒരു കാർഡ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രകൃതിയിലേക്കാണ് ജനിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു പോകുന്നത് എവിടേക്കാണ്? ഈ ഒരു പ്രകൃതിയിൽ തന്നെയാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മളിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും നമ്മളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ജനനം മുതൽ മരണം വരെ ഉള്ളതിന്റെ ആ ഒരു ഇടക്കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള പല ആദികളും തീരും. കാരണം നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ഇടയിൽ വെറുതെ ഒരു എന്താ പറയാ ഒരു യാത്രക്കാരായിട്ട് വന്നതാണ് ഇവിടെ. നമുക്ക് തിരിച്ചു പോകണം, നമുക്ക് മടങ്ങേണ്ട ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇത് എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു ചിന്തകൾ നമ്മൾ അലട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കൂ എന്നുള്ള നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് ആ കാർഡ്സ് എല്ലാം. അതുപോലെ തന്നെ പോസ്റ്റ്പോൺമെന്റ്, ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അതായത് ആക്ഷൻ എടുക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് മനമെടുത്തിരുന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടില്ല. നിങ്ങൾ എവിടെ ആക്ഷൻ എടുക്കണോ അവിടെ നിങ്ങൾ പിൻവലിഞ്ഞു മാറി നിന്നു, നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മളുടെ ഓരോ ദിവസം എന്ന് പറയുമ്പോഴും നമ്മൾ വയസ്സായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഏജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറയല്ലോ ഒരിക്കലും. അപ്പോൾ ഇന്ന് ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് നമുക്ക് നാളെ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണോ അത് എടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കുക. അത് തന്നെയാണ് നമുക്ക് ഈ ന്യൂ ബിഗിനിങ്സിലും വരുന്ന ആ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആക്ഷൻ എത്രയും വേഗം എടുക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, പുതിയതായിട്ടുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്വത എല്ലാം അതിനകത്ത് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളിലേക്ക് ഈ പേഴ്സൺ മടങ്ങി വരും എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ടേക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കാണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്കുള്ളൊരു അലർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന പൊളിറ്റിക്സ് കാർഡാണ്, നമ്പർ 7. അതുപോലെ തന്നെ ഈ ഒരു നമ്മളെടുത്ത കൺഫർമേഷന് വേണ്ടി എടുത്തതിലും നമ്പർ 7 ആണ്. ഇതും ഒരു അലർട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷഫിൾ ചെയ്തെടുത്ത കാർഡ്സ് ആണ്. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ ഈ കാർഡ്സിന്റെ മാജിക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഇതായി പോകും. അപ്പോൾ രണ്ടിലും ലാസ്റ്റ് വന്നിരിക്കുന്നത്, നിങ്ങളൊന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും, നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും, നിങ്ങൾ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടണ്ട, അവർ തന്നെ ഇങ്ങോട്ട് വന്നോളും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അവർക്ക് എന്താ ഒരു കാര്യം ഹൈഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയാതെ ആയിരിക്കും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ എന്താ പറയാ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ. ഇനി ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ എത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, നിങ്ങളെ എത്ര എന്താ പറയാ ഒരുമിച്ചുള്ളവരാണ്, ഞങ്ങൾ രണ്ട് ശരീരവും ഒരു മനസ്സുമാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എന്നല്ല ആര് വന്നു കഴിഞ്ഞാലും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കൈകളിലായിരിക്കണം. ഇനി ഒരിക്കലും ആ ഒരു മനസ്സുകൊണ്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അതാണ് ഇവിടെ നിങ്ങൾക്കുള്ള
പ്രധാനമായിട്ടുള്ള അലർട്ട്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ആരുടെയൊക്കെ എനർജിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ, ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, എത്രയും വേഗം വരും. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ഈ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് കാർഡ് പറഞ്ഞില്ലേ, രണ്ടും നമ്പേഴ്സ് പോലും സെയിം ആണ് രണ്ട് അലേർട്ടിന്റെ. അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യങ്ങൾ, ഈ ഒരു സ്പ്രെഡിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങളുടെ ഓവറോൾ എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു കൺഫർമേഷൻ കാർഡ്സിനകത്തും ഉള്ളത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താ ന്യൂ ബിഗിനിങ്സ്, വിക്ടറി ആൻഡ് സക്സസ്, അതുപോലെ തന്നെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഞാൻ ഇത്ര നേരം നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കമാണ് ഈ 3 കാർഡുകൾ. അതായത് ഇവിടെ നിങ്ങളിലേക്ക് വീണ്ടും ആ ഒരു പുതിയ തുടക്കമായിട്ട് അവർ വരുന്നുണ്ട്. അവിടെ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ്. ഇനി നിങ്ങൾ സൊസൈറ്റീനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇനി ഇവർ വന്നു കഴിയുമ്പോൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞ് ഇവരെന്ത് വിചാരിക്കും, ഇതെല്ലാം മാറ്റി നിർത്തി ഈ ഒരു ലേഡീനെ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഗഡ്സിൽ മുന്നോട്ട് പോവുക, ബോൾഡായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഇനി ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൈകളിലായിരിക്കണം തീരുമാനം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ വിക്ടറി ആൻഡ് സക്സസ്, നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി അലഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് സങ്കടപ്പെട്ടും നമ്മളിവിടെ കണ്ടതുപോലെ ഉറക്കമില്ലാത്ത രാത്രികളും ഊണും ഉറക്കവും ഇല്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ, ഒറ്റപ്പെടല്, ഇതെല്ലാം അനുഭവിച്ച് വന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ മാറി വിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വിക്ടറിയാണ്, വിജയമാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ആ ഒരു അധികാരം നിങ്ങളവിടെ ഉറപ്പിക്കണം. നമ്മളിവിടെ ഈ ഒരു ഇമേജിൽ തന്നെ കണ്ടില്ലേ, വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്, കയ്യിലൊരു ദണ്ട് പിടിച്ചോണ്ട്. അപ്പോൾ ഞാൻ അത് കോൺക്വർ ചെയ്തു, ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു എനർജിയാണത്. അതായത് ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തി ആരാണോ അവരുടെ കയ്യിലാണ് പവർ, അവരുടെ കയ്യിലാണ് തീരുമാനങ്ങൾ. ഇനി ഒരിക്കലും അത് മറ്റൊരാൾക്ക് നിങ്ങൾ കൈമാറാൻ പാടില്ല. ഇനി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഓണർ നിങ്ങൾ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. അവർ ചില കാര്യങ്ങൾ ഒളിയും മറയൊക്കെ അവർക്ക് ഉണ്ടാവും, അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് അലർട്ടായിട്ടിരിക്കും. ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ സമീപനം, അവർ ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റീവായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം, എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞ്, നമ്മളിവിടെ കണ്ട പോലെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. തിരിച്ചറിഞ്ഞ് മാത്രം അവർക്ക് റിപ്ലൈ കൊടുക്കുക. ഇനി എന്ത് വേണം മുന്നോട്ട് പോകുമ്പോൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് മാറ്റം വരുത്തണം, എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കണം തീരുമാനം. ഇനി നിങ്ങൾ പഴയതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കരച്ചിലും ഉറക്കമില്ലായ്മയൊക്കെ വന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മൈൻഡ് മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ ആയത്, അല്ലെങ്കിൽ അങ്ങനെ ആവില്ല. ഇനി അത് അങ്ങനെ ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു തിരിച്ചു വരവിൽ എന്നുള്ളതാണ് ഇവിടുത്തെ നിങ്ങൾക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ എന്താ പറയാ അലേർട്ട്നെസ്. അപ്പൊ അതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് പറയാം. മറ്റത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിൽ കമന്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ആണോ എന്ന് നിങ്ങൾ നോക്കുക. ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇനി അവർ വരുമ്പോൾ ഇതുമൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ക്ലൂസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വയനാട്, നമ്പർ 15, നമ്പർ 4, ഓഗസ്റ്റ് മന്ത്, നമ്പർ 27, I, Gemini, R, Pisces, Z, Virgo, number 5, Cancer, വാട്ടർ സയൻസ് വന്നിട്ടുണ്ട്, പത്തനംതിട്ട, H, ഇടുക്കി കഴിഞ്ഞ ദിവസം വന്നു തോന്നുന്നു, നമ്പർ 18,
19 M, letter B, K and number 22. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എനർജി നിങ്ങളുടെ ആണോ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിങ്സ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ ആരുടെ എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വരും. നിങ്ങളിലേക്ക് അവർ വരുന്നുണ്ട്, വളരെ ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ കാർഡ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ നമുക്ക് അവസാനമായപ്പോഴത്തേക്കും ഈ ഒരു കാർഡ് കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ ഓർത്ത് സ്പ്രെഡ് വരുമ്പോൾ നോക്കാമെന്ന് ഓർത്തപ്പോൾ അതിൻ്റെ ലാസ്റ്റും അങ്ങനെയൊക്കെ തന്നെ വന്നത്. അപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരുമ്പോൾ പറയണമല്ലോ. എനിക്ക് അത് വരുമ്പോഴത്തേക്കും ഷുഗർ കോട്ടിങ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അഡ്വൈസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുവരെ നമുക്ക് ഇനി അടുത്ത റീഡിങ്ങുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.